പ്രാർത്ഥനകൾ യാചന കേട്ട് മറുപടി അയച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. രാത്രി ഒരു പാട്ട് കൂടി ഇനി പാടുന്നില്ല. വളരെ പ്രാർത്ഥനയോടെ കടന്നു വന്ന എല്ലാ ബഹുമാനിരായ ദൈവമക്കൾക്കായി സ്തോത്രം. വിശേഷിച്ച് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി എം കോശി അവറുകൾ ഈ രാത്രിയിലത്തെ ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന, ഇപ്പോൾ പാവാങ്കോട് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഷിബു തോമസ് അവറുകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ ഇവൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കർത്താവെ ഈ രാത്രി, ഈ പ്രാരംഭ രാത്രി എന്നോട് സംസാരിക്കണമേ. അങ്ങയുടെ ശബ്ദം എനിക്ക് ആവശ്യമാണ്. അങ്ങയുടെ ഹൃദ്യമായ ഇടപെടൽ ഈ രാത്രി എനിക്ക് ആവശ്യമാണെന്നുള്ള സ്തോത്രം പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ ഈ രാത്രി ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരം നമ്മുടെ മധ്യയുണ്ട്. ആവലോടെ ആരൊക്കെ പ്രാർത്ഥിക്കുന്നു, ആവലോടെ ആഗ്രഹത്തോടെ ആരൊക്കെ ഇതിനകത്ത് ഇന്ന് രാത്രി ആയിരിക്കുന്നു, പ്രിയപ്പെട്ടവർക്കെല്ലാം കർത്താവ് ഈ രാത്രി സൗഖ്യത്തെയും വിടുതലുകളെയും ആശ്വാസങ്ങളെയും മുറിവുകളെയും കെട്ടുന്ന രാത്രിയായി മാറട്ടെ. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു തോമസ് അവറുകളെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവജനം ശ്രമിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമുള്ള നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയുടെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രി കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തോർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുന്നു. ഇതിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ കർത്തദാസന്മാർ, പ്രിയ ടി എം കോശി പാസ്റ്റർ, പ്രിയ ജോം പാസ്റ്റർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. കൃപയാൽ ഈ രാത്രിയിൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് ഒരവസരം കൂടി തന്നതോർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഈ രാത്രി നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രി ആയതുകൊണ്ട്, സാധാരണ സഭാ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് നന്നായിട്ടറിയാം ഇന്നത്തെ അന്തരീക്ഷമൊക്കെ ഇങ്ങനെ ആയിരിക്കുമെങ്കിലും പ്രതീക്ഷയോടെ കടന്നു വന്നിരിക്കുന്ന നമ്മെ ശക്തനാക്കുവാൻ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കരയറ്റാമോ? വളരെ പ്രാർത്ഥനയോടെ ഈ രാത്രി നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ലോകത്തിൻ്റെ വിവിധ സംഭവങ്ങൾ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് കൃപയാൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഈ രാത്രിയിലുമായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. അനേക പ്രിയപ്പെട്ടവർക്ക് ലഭ്യമാകാത്ത ഒരു ഭാഗ്യമാണ് ഈ രാത്രി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തരുവാനായിട്ട് ഇടയായി തീർന്ന സ്തോത്രം. ഉപവാസങ്ങളും പ്രാർത്ഥനകളും ഒക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവസഭ ക്രമീകരിച്ചിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഈ രാത്രിയിൽ ഇത്രയും പ്രിയപ്പെട്ടവർക്ക് വന്നു ചേരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അതോർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഭരമേൽപ്പിച്ച ചില ചിന്തകൾ ഇന്ന് രാത്രി സ്തോത്രം അല്പസമയം ചിന്തിച്ച് തുടർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവിൽ ഇന്ന് രാത്രി ശരണപ്പെടുകയാണ്. സ്തോത്രം. അതിനാധാരമായി നമുക്ക് തിരുവചനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിച്ച് സ്തോത്രം നമുക്ക് ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 39-ഉള്ള വാക്യങ്ങൾ. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ രാത്രി നാം വായിച്ചു കേട്ട ഈ ദൈവിക സന്ദേശത്തിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിന് എല്ലാ കണ്ണുകളും അടച്ച എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം ആത്മാർത്ഥതയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ,
മനോഹരമായി നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങളെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പാതപടത്തിൽ ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഒരുമിച്ച് ആരിപ്പാൻ ഇവിടെയാക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ ഞങ്ങൾ കർത്താവെ വായിച്ചു കേട്ട തിരുവചന ഭാഗത്തെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇന്ന് രാത്രി ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ കർത്താവെ അടിനെ മറയ്ക്കണം. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവജനത്തെ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ കർത്താവ് അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അല്പസമയങ്ങളായിരിക്കട്ടെ, ദൈവകൃപ ഞങ്ങളുടെ മധ്യത്തിൽ പകരും. മഹത്വം അങ്ങയ്ക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. കരങ്ങളുയർത്തി കർത്താവിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. സ്തോത്രം. പച്ചമേച്ചിൽ ഞങ്ങൾ മേഞ്ഞിടുവാനാ മെച്ചമായോരാഹാരത്തി നൽകിയിടേണമേ. മെച്ചമായോരാഹാരത്തി നൽകിയിടേണമേ. അന്ധകാരമാമി ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിയിടേണമേ. ബന്ധുവായിരുന്നു വഴി കാട്ടിയിടേണമേ. നല്ല ദേവനേ ഞങ്ങളെല്ലാം നല്ലതാക്കി നിന്നിഷ്ടത്തെ നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ല ദേവനേ ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ഇത് രാത്രി വായിക്കപ്പെട്ട ദൈവിക സന്ദേശത്തിനായി ഞാൻ കർത്താവിന് മഹത്വം കരേറ്റുന്നു. വളരെ സുപരിചിതമായ ഒരു ദൈവജന ഭാഗമാണ് ഈ രാത്രി നാം വായിച്ച് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. സ്തോത്രം. കർത്താവിൻ്റെ ക്രൂശീകരണത്തോടെ ബന്ധത്തിൽ സ്തോത്രം. ജനനം മുതൽ ക്രൂശീകരണം വരെയുള്ള സമയങ്ങളിൽ കർത്താവിൻ്റെ ഹിതം മാത്രം ചെയ്ത യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സമസ്ത മേഖലകളിലും സ്തോത്രം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടം എന്ത് എന്നുള്ളത് വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലും പിതാവ് തന്നെക്കുറിച്ച് ആഗ്രഹിച്ച ആ ഒരു അനുഭവത്തിലൂടെ യേശു കർത്താവ് കടന്നു വരുമ്പോൾ സ്തോത്രം ക്രൂശീകരണ സമയമായപ്പോൾ താൻ അനുഭവിക്കേണ്ട സ്തോത്രം കഷ്ടതകളെക്കുറിച്ച്, താൻ ക്രൂശിൽ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് പിതാവ് തനിക്ക് നൽകിയ ദർശനപ്രകാരം അത് ആ പാനപാത്രം ഏറ്റുവാങ്ങുവാൻ സ്തോത്രം താൻ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ സ്തോത്രം തൻ്റെ ശിഷ്യന്മാരെ കൂടെ കൂട്ടി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ആ സമയത്ത് യേശു പ്രാർത്ഥിച്ച സ്തോത്രം പ്രാർത്ഥനയുടെ 3 ഭാഗങ്ങൾ നമുക്ക് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഒന്നാമതായി നാം വായിച്ച 26-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ സ്തോത്രം വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു. സ്തോത്രം. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ്ണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. യേശുവിൻ്റെ ഇവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്തോത്രം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. യേശു കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. പിതാവിൻ്റെ ഇഷ്ടം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് യേശു പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ അവിടെയും താൻ പറയുന്ന ഒരു ചിന്തയുണ്ട്. സ്തോത്രം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പറയുവാനിടയായി തീർന്നു. കാരണം ഒരു സ്തോത്രം പറയാമോ? ഒന്നാമത്തെ ഭാഗത്തിൽ സ്തോത്രം യേശു കർത്താവ് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഇനി 2ാം പ്രാവശ്യവും താൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ 42-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. സ്തോത്രം. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. അപ്പോൾ 2ാമതും യേശുവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ കുടിക്കാതെ ഈ പാനപാത്രം നീങ്ങിയില്ല എങ്കിൽ സ്തോത്രം
അത് കുടിപ്പാൻ ഞാനിതാ എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്നാണ് സ്തോത്രം. വീണ്ടും താൻ ഹല്ലേലൂയ മൂന്നാമതായും അവണ്ണം തന്നെ പ്രാർത്ഥിച്ചു എന്ന് ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ 44-ാമത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാം. അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു എന്ന് നാം വായിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഈ 3 പ്രാവശ്യം യേശു പ്രാർത്ഥിച്ചപ്പോഴും സ്തോത്രം താൻ പ്രാർത്ഥിച്ചത് ഹല്ലേലൂയ ഞാൻ കുടിക്കുവാൻ പോകുന്ന പാനപാത്രത്തിന്റെ ആ ഒരു അവസ്ഥ കണ്ടുകൊണ്ട് യേശു പറയുകയാണ്, എനിക്കിത് കുടിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഈ പ്രാരംഭത്തിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനകളും സ്തോത്രം ദൈവഹിത പ്രകാരമാണ് എങ്കിൽ സ്തോത്രം നിശ്ചയമായും ഹല്ലേലൂയ ഒരു കാര്യം വ്യക്തമാണ്, ദൈവത്തിന്റെ ചില പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. എത്ര പേർക്ക് കരമുയർത്തി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. ദൈവത്തിന് ഹല്ലേലൂയ നമ്മെക്കുറിച്ച് വ്യക്തമായ ചില ഇഷ്ടങ്ങളും ദൈവത്തിന് നമ്മെക്കുറിച്ച് ഉള്ള ചില വ്യക്തമായ ഹല്ലേലൂയ പദ്ധതികളും ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവ ഇഷ്ടം ചെയ്ത അനേക പ്രിയപ്പെട്ടവരെ കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അപ്പോൾ തന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ കൈവിരായിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ അവർ നല്ല നിലവാരത്തിൽ മുൻപോട്ട് പോകണമെന്നുള്ളതാണ് കർത്താവ് നമ്മെ ഓരോരുത്തരും കുറിച്ച് ആഗ്രഹിക്കുന്നത്. എത്ര പ്രിയപ്പെട്ടവർക്ക് ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. നമ്മെ സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ അതേ സ്തോത്രം നാം നല്ല നിലവാരത്തിലൂടെ മുൻപോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ അതിന് വിരുദ്ധമായി നമ്മിൽ ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക അനുഭവങ്ങളിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുവാൻ ശത്രുവായ പിശാച് നമുക്കെതിരെ ഒരുക്കുന്ന അവന്റെ പദ്ധതികളുടെ മേൽ ഇന്ന് രാത്രി ദൈവം നമുക്ക് വിജയം കൽപ്പിക്കണം. ഈ ഉപവാസത്തിൽ എത്ര പേർ ആമേൻ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറയുക? ഒരു നിമിഷം എല്ലാ അധരങ്ങളും തുറന്ന് ഒരു നിമിഷം എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവിക പദ്ധതികൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന, ദൈവിക ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന, അത് കുടുംബങ്ങളെ കുറിച്ചാകട്ടെ, വ്യക്തികളെ കുറിച്ചാകട്ടെ, സഭയെ കുറിച്ചാകട്ടെ, തലമുറകളെ കുറിച്ചാകട്ടെ, ദൈവിക വാഗ്ദത്തങ്ങളെ കുറിച്ചാകട്ടെ, ദൈവത്തിന്റെ പദ്ധതികൾക്ക് ദൈവിക ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും ഈ ഉപവാസത്തിന്റെ പ്രാരംഭ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ വെട്ടിമാറ്റുന്നു എന്ന് ആത്മാവിന്റെ രാത്രി ശക്തമായി ഇടപെടുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവജനം ആ 2 കരങ്ങളും അടിച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ഇന്ന് രാത്രി ദൈവം നമ്മെ പ്രവേശിപ്പിക്കുകയാണ്. ദൈവിക ഇഷ്ടങ്ങളിലേക്ക് ഈ ഉപവാസം നമ്മെ കടത്തിക്കൊണ്ടു പോകുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? എന്നെ ദൈവ ഇഷ്ടത്തിലേക്ക് ദൈവം പണിയുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ദൈവം എന്നെ കൂട്ടുവാൻ പോകുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളെ പോലെയല്ല, ഈ ഉപവാസത്തിന്റെ പ്രാരംഭ രാത്രി ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ഒരു ദൈവത്തിന്റെ ഇഷ്ടം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുമെന്ന് ആത്മാവ് ഈ രാത്രി ശക്തമായി ഇടപെടുകയാണ്. അപ്പൊ ശ്രദ്ധിക്കണമേ, മനുഷ്യനെ കുറിച്ചുള്ള സ്തോത്രം ദൈവത്തിന്റെ പദ്ധതികൾ എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. സ്തോത്രം. ഓരോ വിഷയം നാം എടുത്തു പഠിച്ചാലും നമുക്ക് അത് വളരെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഇനി നമുക്ക് 1-2 വാക്യങ്ങൾ വായിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഈ ദൂതിലേക്ക് പ്രവേശിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. വായിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഇവിടെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുകയാണ്. സ്തോത്രം. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, പിന്നെ സ്തോത്രം ഹല്ലേലൂയ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നാം ഇത്രയും വില കൊടുത്ത് ഹല്ലേലൂയ ഇവിടെ വന്നിരിക്കുന്നതിന് പിന്നിലുള്ള ദൈവിക ഉദ്ദേശം
പ്രവേശം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഓരോ ഉപവാസ പ്രാർത്ഥനയിലും ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. ഓരോ ഉപവാസം കഴിയുമ്പോഴും ഹല്ലേലൂയ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കർത്താവിന്റെ വരവേറ്റം എടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സ്തോത്രം അതേ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകുവാൻ ഒന്നുകൂടി പറഞ്ഞാൽ ഹല്ലേലൂയ ഒന്നുകിൽ കർത്താവ് മുന്നേ വരും ഹല്ലേലൂയ, അല്ലെങ്കിൽ മരണം വഴിയായി നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അതിന്റെ പിന്നിൽ നാം ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ്. സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേർക്ക് ആ നല്ല ബോധ്യമുണ്ട്, ഞാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും? അങ്ങനെയുള്ളവർ ഇന്ന് രാത്രി കരമുയർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന്റെ ഇഷ്ടമെന്ന് പറയുന്നത് സ്തോത്രം അതേ ഹല്ലേലൂയ സ്വർഗരാജ്യത്തിൽ കടക്കുന്നവൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനായിരിക്കണം. സ്തോത്രം. ഈ രാത്രി എത്ര പേർ തങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക? കർത്താവേ, നിന്റെ ഇഷ്ടം ചെയ്ത് ഹല്ലേലൂയ ആ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നീ എൻ്റെ മേൽ കൃപ പകരണമേ എന്ന് ഈ രാത്രി എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? സ്തോത്രം. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുകയാണ്. സ്തോത്രം. തുടർന്ന് ഹല്ലേലൂയ തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു സ്തോത്രം ദൈവ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. സ്തോത്രം. വായിക്കാം 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. സ്തോത്രം. അവിടെ വളരെ വ്യക്തമായി പറയുന്നു സ്തോത്രം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു ശുദ്ധീകരണമാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. നമുക്കറിയാം സ്തോത്രം നമ്മെ ദൈവം വിളിച്ച വേർതിരിച്ച സമയം മുതൽ സ്തോത്രം ഹല്ലേലൂയ കർത്താവിൻ്റെ ഹല്ലേലൂയ സന്നിധിയിലായിരിക്കുന്ന നമ്മെക്കുറിച്ച് ദൈവം പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഒരു വ്യക്തി ദൈവസന്നിധിയിൽ എങ്ങനെയായിരിക്കണം, ഒരു കുടുംബം ദൈവസന്നിധിയിൽ എങ്ങനെയായിരിക്കണം, ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ തലമുറ ദൈവസന്നിധിയിൽ എങ്ങനെയായിരിക്കണം, ഒരു ആലയം എങ്ങനെയായിരിക്കണം, ഇതിനെക്കുറിച്ചുള്ള മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ കയ്യിലാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. ഒരിക്കൽ യെരൂശലേം ദേവാലയത്തിലേക്ക് യേശു പ്രവേശിച്ചിട്ട് സ്തോത്രം യേശു കാണാത്ത ചില കാഴ്ചകൾ അവിടെ കണ്ടപ്പോൾ ഹല്ലേലൂയ ആലയത്തെക്കുറിച്ചുള്ള എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഇതല്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ വിൽക്കുന്നവരെ വാങ്ങുന്നവരെ ഒക്കെ ആലയത്തിന് പുറത്താക്കി എന്ന് നാം വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുകയാണ്. എന്നിട്ട് യേശു ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആലയം എന്തിനെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ വിശുദ്ധ വേദപുസ്തകം പറയുന്നു ഹല്ലേലൂയ അവനെ ആരാധിക്കേണ്ടതിന്, അവനെ മഹത്വപ്പെടുത്തേണ്ടതിന് അതൊരു പ്രാർത്ഥനാലയമായി കർത്താവ് കാണുകയാണ്. അവൻ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്നാൽ നിങ്ങൾ അതിനെ ഹല്ലേലൂയ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് നാം അവിടെ വായിക്കുകയാണ്. സ്തോത്രം. ഈ രാത്രി ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളുടെ തികഞ്ഞ ശുദ്ധീകരണമാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ രാത്രി ഉപവാസത്തിന്റെ ഈ പ്രാരംഭ രാത്രിയിൽ എത്ര പ്രിയപ്പെട്ടവർ പറയും, കർത്താവേ ശുദ്ധീകരണത്തോടു കൂടി ഈ രാത്രി ഞാൻ എൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചന പ്രാർത്ഥന വായിക്കുന്നത് എങ്ങനെയാണ്? ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. സ്തോത്രം. അതുകൊണ്ട് ഈ രാത്രി നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവേ ശുദ്ധീകരണത്തോടു കൂടി ഈ രാത്രി ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ നാം വായിച്ച വാക്യത്തിൽ വായിച്ചു, ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തൊന്നും നിൽക്കുന്നില്ല, അവിടെയൊക്കെ ഞാൻ വേഗത്തിൽ വിടുകയാണ്. സ്തോത്രം. 1 പത്രോസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു സ്തോത്രം നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവഇഷ്ടമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വളരെ വ്യക്തമായി പറയുന്നത് നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് സ്തോത്രം ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവേഷ്ടമാകുന്നു. ഇനി സ്തോത്രം 11-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൽ തികഞ്ഞ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ തികഞ്ഞ നീതിയോടെ ഹല്ലേലൂയ ദൈവത്തിന് നന്മ ചെയ്ത ശുദ്ധീകരണം പ്രാപിച്ച ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം ഇന്ന് രാത്രി ഇഷ്ടപ്പെടുകയാണ്. കരമുയർത്തി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? തീർന്നില്ല. സ്തോത്രം. ഒന്നുകൂടി 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ മടങ്ങി വരാം. സ്തോത്രം. 33-ാം സങ്കീർത്തനത്തിന് 5-ാം വാക്യം വായിക്കുന്നു, അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. സ്തോത്രം. ന്യായം ഇഷ്ടപ്പെടുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. മതി. സ്തോത്രം. അവിടെ നാം വായിക്കുന്നു, അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. സ്തോത്രം. 45-ാം സങ്കീർത്തനം 7-ാം വാക്യം നാം വായിക്കുന്നു, നീ നീതിയെ ഇഷ്ടപ്പെട്ട്
ദുഷ്ടതയെ ദ്യോഷിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇങ്ങനെ തിരുവചനം നാം വായിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മെക്കുറിച്ചുള്ളത് വിവിധ നിലവാരങ്ങളിലാണ്. സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളിൽ അവൻ്റെ ഇഷ്ടം വെളിപ്പെടണം. എത്ര പേർ സ്തോത്രം പറയും? നമ്മുടെ ആരാധനയിൽ അവൻ്റെ ഇഷ്ടം വെളിപ്പെടണം. എത്ര പേർ ആമേൻ പറയും? നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സമസ്ത മേഖലകളിലും കർത്താവിൻ്റെ ഇഷ്ടം വെളിപ്പെടണം. എത്ര പേർ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെയുള്ള ദൈവമക്കളെല്ലാം ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആരും ഇതിനകത്ത് മഹലരിയം മിണ്ടാതിരിക്കരുത്. നാവുകൾ തുറന്ന് ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന്റെ വചനം പറയുന്നു, അവൻ ഇന്ന് രാത്രി ഹല്ലേലൂയ അവന്റെ ഇഷ്ടങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അവൻ ഹല്ലേലൂയ പ്രത്യേക നമ്മെ ഇന്ന് രാത്രി അവൻ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മെ ശക്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് അവന്റെ ഇഷ്ടത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് ഇന്ന് രാത്രി ചിലരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. സ്തോത്രം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം. ഒരു നിമിഷം നാം അടുത്തിരിക്കുന്നവരെ ഹല്ലേലൂയ സ്തോത്രം വീക്ഷിക്കുന്നതിനേക്കാൾ ഈ രാത്രി നമുക്ക് നമ്മെ തന്നെ ഒന്നുകൂടി ഹല്ലേലൂയ സ്വയം ശോധന ചെയ്യാം. കർത്താവേ, എൻ്റെ നടപ്പ് നിൻ്റെ ഹിതത്തിനൊത്തവണ്ണമാണോ? എൻ്റെ പ്രവൃത്തികൾ നിൻ്റെ ഹിതത്തിന് നിൻ്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണമാണോ? എൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ സ്തോത്രം നിൻ്റെ ഹിതത്തിന് ഒത്തവണ്ണമാണോ? സ്തോത്രം. എൻ്റെ സംസാരം നിന്റെ ഹിതത്തിന് ഒത്തവണ്ണമാണോ? ഹല്ലേലൂയ. നിന്റെ ഇഷ്ടങ്ങൾക്ക് ഒത്തവണ്ണമാണോ? ഹല്ലേലൂയ. എൻ്റെ പോക്ക് സ്തോത്രം ദൈവമേ അങ്ങക്ക് ഇഷ്ടമുള്ള വിധത്തിലാണോ? സ്തോത്രം. എൻ്റെ പ്രവർത്തികൾ അങ്ങക്ക് ഇഷ്ടമുള്ള വിധത്തിലാണോ? എൻ്റെ ഇടപാടുകൾ ഇന്ന് രാത്രി ചിലരോടൊക്കെ ദൈവമ പറയുകയാണ്. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ ദൈവ ഇഷ്ടത്തിന് വേണ്ടി നാം ഇന്ന് രാത്രി ഒരുങ്ങണമെന്ന് ദൈവം രാത്രി ശക്തമായി ദൂത ഇടപെടുകയാണ്. എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും? ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ ദൈവ ഇഷ്ടപ്രകാരം എന്നെ ഇതാ ഒരുക്കുവാൻ ദൈവസന്നിധിയിലേക്ക് എന്നെ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുന്ന ദൈവമക്കൾ ഒരു നിമിഷം ഈ രാത്രി കർത്താവിന് മഹത്വം കരയട്ടെ. സ്തോത്രം. ഇനി ഒരു സന്ദേശം കൂടി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 12 അധ്യായം അതിന്റെ 47-48 വാക്യം നാം വായിക്കുമ്പോൾ സ്തോത്രം അവിടെ നാം വായിക്കുന്നു, യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. സ്തോത്രം. അപ്പോൾ യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതിരിക്കുക. സ്തോത്രം. നമുക്കറിയാം കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന്. സ്തോത്രം. നമുക്കറിയാം. പക്ഷേ യജമാനന്റെ ഇഷ്ടമനുസരിച്ച് നീ നിന്നെ തന്നെ ഒരുക്കിയില്ല എങ്കിൽ സ്തോത്രം അടുത്ത വായിക്കുന്നു ഹല്ലേലൂയ അവൻ്റെ ഇഷ്ടം ചെയ്യാതിരിക്കുക. സ്തോത്രം. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഇന്ന് രാത്രി ഈ ഉപവാസത്തിൻ്റെ പ്രാരംഭ രാത്രിയിൽ ആരുടെയൊക്കെ ദൈവം ഇടപെടുകയാണ്. യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞ് ഒരുങ്ങാൻ കർത്താവ് നിന്നെ ഇന്ന് രാത്രി ആഹ്വാനം ചെയ്യുകയാണ്. അത് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായാലും ഒരു ഒരുക്കം നിനക്ക് ആവശ്യമെന്ന് പരിശുദ്ധയാത്മാവ് ഈ രാത്രി വളരെ വ്യക്തമായി ഇടപെടുകയാണ്. സ്തോത്രം. അവൻ്റെ ഇഷ്ടം ചെയ്യാതിരുന്നാൽ ഹല്ലേലൂയ ഞാൻ പറയാം വളരെ അടികൊള്ളുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുകയാണ്. ഇന്ന് രാത്രി അങ്ങനെ ഒരു ഹല്ലേലൂയ അവസ്ഥയിലേക്ക് പോകാതിരിപ്പാ ഈ രാത്രി കർത്താവേ അവിടുത്തെ ഇഷ്ടം അറിഞ്ഞ് ഒരുങ്ങാൻ ഈ രാത്രി എന്നെ തന്നെ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു നിമിഷം ഈ രാത്രി കർത്താവിന്റെ സന്നിധിയിലേക്ക് ഭരമേൽപ്പിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് സദാകാലവും നമ്മോട് വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. സ്തോത്രം. ഒരു സമയം കഴിയുമ്പോൾ സ്തോത്രം ദൈവിക ആലോചന പറയുന്നതും അല്ലെങ്കിൽ ദൈവശബ്ദം കേൾപ്പിക്കുന്നതൊക്കെ കർത്താവ് നിർത്തും. ഒരനുഭവം കൂടി പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാം. സ്തോത്രം. കർത്താവിൻ്റെ ദാസന്മാർക്കൊക്കെ അറിയാം, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഞങ്ങളുടെ സമീപത്തുള്ള ഒരു സഹോദരൻ ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് കർത്താവിനെ അറിഞ്ഞ ഒരു ദൈവപൈതലായിരുന്നു. സ്തോത്രം. നീണ്ട 10-12 വർഷങ്ങൾ വിദേശത്ത് ജോലി ചെയ്തു. സ്തോത്രം. വിദേശത്ത് വെച്ച് സ്തോത്രം ഒരു ആക്സിഡൻറ്റിൽ പെട്ടു. അദ്ദേഹത്തെ മടക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. എന്നാൽ സ്തോത്രം സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയാതെ സ്തോത്രം അദ്ദേഹത്തിൻ്റെ കൈകാലുകളെല്ലാം അതേ സ്തോത്രം ഒടിഞ്ഞ് മടങ്ങി. സ്തോത്രം. എല്ലാ പ്രവൃത്തികളും തൻ്റെ ബെഡിൽ തന്നെ ചെയ്യുന്ന ഒരവസ്ഥയിൽ മറ്റു പരസഹായമില്ലാതെ തനിക്കൊന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഒരു പ്രിയപ്പെട്ടവൻ ആക്കപ്പെടുവാനിടയായി. സ്തോത്രം. ദൈവസഭയൊക്കെ ശക്തമായി അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളൊക്കെ ഞങ്ങളോടൊപ്പം ആരാധിക്കാൻ അന്ന് കൊടുങ്ങാനൂർ സഭയിൽ കടന്നു വന്നിരിക്കുന്ന സമയമായിരുന്നു. സ്തോത്രം. അങ്ങനെ സ്തോത്രം
എൻ്റെ വീട്ടിൽ സ്തോത്രം കൊട്ടാരക്കരയിൽ നിന്ന് ഒരു ദൈവദാസൻ കടന്നു വന്ന സമയത്ത് സ്തോത്രം ഞാൻ ആ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, സ്തോത്രം അച്ഛാ നമുക്ക് ഇന്ന വീട്ടിലേക്ക് ചെല്ലണമെന്ന് പ്രാർത്ഥിക്കണം, അവിടെ രോഗിയുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ച് ആ വീട്ടിലേക്ക് കൊണ്ടുപോകുവാനിടയായി സ്തോത്രം. എന്നാൽ ആ വീട്ടിൻ്റെ എത്തുന്നതിന് മുന്നേ സ്തോത്രം ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയത്. പക്ഷേ ഞാൻ അവിടെ സ്തോത്രം വീട്ടിൻ്റെ പരിസരത്തെത്തിയപ്പോൾ തന്നെ സ്തോത്രം ആ കർത്താവിൻ്റെ ദാസൻ അന്യഭാഷയൊക്കെ പറയുന്നത് ഞാൻ കേട്ടു സ്തോത്രം. എന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ഞാൻ വളരെ ദുഃഖിതനായി സ്തോത്രം. ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് സ്തോത്രം. എന്നോട് പറഞ്ഞു ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് ദൈവം എന്നോട് പറഞ്ഞു. സ്തോത്രം സ്തോത്രം. ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് ശക്തമായ ഒരു ആലോചന ലഭ്യമായതുകൊണ്ട് അദ്ദേഹം പിന്തിരിഞ്ഞു പോകുവാനിടയായി സ്തോത്രം. പിന്നീട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പറഞ്ഞു സ്തോത്രം അനേക ദൈവശബ്ദം കേട്ടൊരു മനുഷ്യനാണ് സ്തോത്രം. ദൈവത്തിൻ്റെ ഹിതമില്ലാത്ത ചില പ്രവൃത്തികൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാനൊന്നും പറയാതെയാണ് ഇദ്ദേഹത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചുകൊണ്ട് പോയത്. പക്ഷേ പറഞ്ഞു ഹല്ലേലൂയ ഇന്ന ചില കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആയത്, ഇത് ദൈവം അടിച്ചതാണ്, അത് നാം പ്രാർത്ഥിച്ചാൽ ഒരിക്കലും വിടുതലാകുകയില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ഹല്ലേലൂയ ദൈവഹിതത്തിനും ദൈവ ഇഷ്ടങ്ങൾക്കും ഹല്ലേലൂയ അനുകൂലപ്പെട്ട് നാം മുൻപോട്ട് പോയില്ല എങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് മേടിക്കുന്ന അടി എന്ന് പറയുന്നത് ദൈവസഭ പ്രാർത്ഥിച്ചാലോ ആരെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിച്ചാലോ ഒന്നും അത് മാറുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ചിലരുടെ മടങ്ങിയ വരവിന് വേണ്ടി ദൈവ ഇഷ്ടങ്ങളുടെ മടങ്ങിയ വരവിന് വേണ്ടി പരിശുദ്ധയാമാവ് ഇന്ന് രാത്രി ചിലരെ ആഹ്വാനം ചെയ്യുകയാണെന്ന് ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. അവന്റെ കയ്യിൽ അകപ്പെടുന്നതിന് മുന്നേ സ്തോത്രം മാനസാന്തരപ്പെടുവാൻ ഈ രാത്രി പരിശുദ്ധയാത്മാവ് ചിലരോട് ആഹ്വാനം ചെയ്യുകയാണ് സ്തോത്രം. എത്ര പേർ രാത്രി ദൂതേറ്റെടുക്കും സ്തോത്രം. കർത്താവേ ഇവിടെ നാം വായിച്ച ലൂക്കോസ് സുവിശേഷം നാം വായിച്ചത് യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് നമുക്കറിയാം കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നറിയാം. പക്ഷെ അതിന് വിരുദ്ധമായാണ് നിന്റെ പോക്കെങ്കിൽ ഈ രാത്രി പരിശുദ്ധയാമാവ് നിന്നെ അഡ്വൈസ് ചെയ്യുകയാണ്, നീ ആ കാര്യത്തിലേക്ക് മടങ്ങി വരണം. ഒരാമേൻ പറഞ്ഞാട്ടെ. ഈ രാത്രി സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്നെ മീറ്റിങ്ങിന് ക്ഷണിക്കുന്ന സമയം മുതൽ ഹല്ലേലൂയ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്ന ദൈവവചനമാണ് ഈ രാത്രി ഞാൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഹല്ലേലൂയ ഇത് ഇവിടെയുള്ള ദൈവജനത്തിലുള്ള ദൂത് തന്നെയാണ്, മറ്റാർക്കുമുള്ളതല്ല. ചിലർക്കൊക്കെ പ്രസംഗിക്കുമ്പോൾ ദൈവദാസന്മാർ പറയും ഇത് ഇവിടെയുള്ള അല്ല അപ്പുറത്തുള്ള, അങ്ങനെയൊന്നുമല്ല. ഇന്ന് രാത്രി ഇവിടെയുള്ള സന്ദേശമാണ്. ഓ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുകയാണ്, യജമാനന്റെ ഇഷ്ടം അറിഞ്ഞ നീ ഒരുങ്ങണമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. എത്ര പേർ അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും? നമുക്കറിയാം, നമ്മൾ ഈ സാധാരണ ജോലിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അറിയാം സ്തോത്രം. നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ആ ഓഫീസിൽ ഒരു MD അല്ലെങ്കിൽ സ്തോത്രം ഒരു മാനേജറോ ഒക്കെ കാണും സ്തോത്രം. എന്നാൽ നാം ആ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് ചില നിബന്ധനകളൊക്കെ അവർ തരും. എത്ര സമയത്ത് അവിടെ എത്തണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ നമ്മൾ ഏൽപ്പിക്കും സ്തോത്രം. എന്നാൽ നാം അതിന് വിരുദ്ധമായാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര ദിവസം നമ്മെ എവിടെ നിർത്തും? എത്ര ദിവസം നമുക്കിവിടെ ജോലി ചെയ്യുവാൻ കഴിയും? ഞാൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറയുകയാണ് സ്തോത്രം, അവിടെ 10 മണിക്കാണ് ടൈം സ്തോത്രം, ഞാൻ 10:30 വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഒരാഴ്ച കൂടി നോക്കല്ലേ, 2 ആഴ്ച നോക്കാം, അത് കഴിഞ്ഞാൽ സ്തോത്രം ആ കമ്പനിയിലെ മാനേജർ പറയും നീ വീട്ടിലിരുന്നോളം പറയും സ്തോത്രം. അതിന്റെ കാര്യം എന്താ? അവിടെ സ്തോത്രം ആ ഹല്ലേലൂയ കമ്പനിക്ക് ചില നിബന്ധനകളുണ്ട് സ്തോത്രം. അവർക്ക് ചില ഇഷ്ടങ്ങളുണ്ട്, അവരുടെ കമ്പനിക്ക് ചില ഹല്ലേലൂയ താല്പര്യങ്ങളുണ്ട്. അവിടെ ജോലി ചെയ്തവർ എങ്ങനെ ആയിരിക്കണം, അവിടെ ഹല്ലേലൂയ അവിടെ ക്വാളിറ്റി എങ്ങനെ ആയിരിക്കണം, അവർ എപ്പോഴും വരണം, അവിടെ ജോലി ഇതായിരിക്കണം, ഇതെല്ലാം അവർ പ്ലാൻ ചെയ്ത് തരും. അത് ചെയ്യുവാൻ നാം വില്ലിങ് ആണെങ്കിൽ മാത്രം നാം അവിടെ ചെന്നാൽ മതി സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ദൈവസഭയ്ക്കകത്തിരിക്കുന്ന നമ്മോട് ദൈവം ചോദിക്കുകയാണ് സ്തോത്രം, ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. നല്ലൊരു ആമേൻ പറഞ്ഞോണം സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആരാധിക്കുന്നവർ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ നമ്മുടെ സമസ്തവും ദൈവത്തിന്റെ സന്നിധിയിൽ അത് ഇറക്കി വെച്ച് ദൈവത്തെ ആരാധിക്കുന്നവരാകണം. എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയോ? നിന്റെ ദേഹം, ദേഹി, ആത്മാവിനെ ഇന്ന് രാത്രി പരിപൂർണമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ശരീരം വിട്ടുകൊടുത്ത് നീ ആരാധിച്ചാൽ ഈ രാത്രി ഞാൻ പറയാ, ഓ പിശാച് നിനക്ക് വിരുദ്ധമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില രോഗത്തിന്റെ ബന്ധനങ്ങൾ വരെ ഈ രാത്രി അഴിച്ചു മാറ്റി നിന്നെ സൗഖ്യമാക്കുവാൻ
ഉടരബലബ ശന്തരാദിയാലയ അതരഗടഗദൽ ഖബരഗച്ഛസി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ചിലരൊക്കെ പറയും, സ്തോത്രം, ഞാൻ ഇങ്ങനെയൊന്നും കാണിച്ചിട്ടൊന്നും എനിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിലർക്ക് തോന്നും. നമ്മുടെ ഭോഷത്വമാണത്. സ്തോത്രം, ഈ രാത്രി കർത്താവ് മിണ്ടാതിരി വളരെ വ്യക്തമായി പറയുകയാണ്. സ്തോത്രം, പലപ്പോഴും ദൈവശബ്ദം കേട്ടിട്ടും, പലപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടും, പലപ്പോഴും വലിയ ദൈവത്തിൻ്റെ ആലോചനകൾ പ്രാപിച്ചിട്ടും, സ്തോത്രം, അതിന് അനുകൂലപ്പെട്ട് വരാതെ, അവൻ്റെ ഇഷ്ടങ്ങൾക്ക് ഒരുങ്ങി വരാതെ, ഹല്ലേലൂയ, സ്വന്തം താല്പര്യങ്ങളിൽ ഊന്നി നിൽക്കുന്ന ആരുടെയൊക്കെ ദൈവാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപെടുകയാണ്. നിന്റെ മടങ്ങി വരവ് ഈ രാത്രി പരിശുദ്ധയാത്മാവ് ആഗ്രഹിക്കുന്നു എന്ന് ദൈവം ഇടപെടുകയാണ്. സ്തോത്രം, ഒരുങ്ങാതിരുന്നാൽ, അവൻ്റെ ഇഷ്ടം ചെയ്യാതിരുന്നാൽ, സ്തോത്രം, നമുക്കൊത്തിരി അടികൊള്ളും. സ്തോത്രം, ഇത് ഞാൻ പറഞ്ഞൊന്നുമല്ല. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 47-48 വാക്യങ്ങളിൽ നാം വായിക്കുകയാണ്. സ്തോത്രം, അറിയാതെ കണ്ടടി, സ്തോത്രം, അറിയാതെ കണ്ടടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറെ അടികൊള്ളും. മതി. സ്തോത്രം, ഹല്ലേലൂയ. ആ ഭാഗങ്ങൾ നിങ്ങൾ വീട്ടുപോയിട്ട് വായിക്കുക. അവിടെ നിന്ന് ഞാൻ നിൽക്കുന്നില്ല. ഞാനൊരു ദൂത് പറഞ്ഞ് നമുക്ക് തുറന്ന് ദൈവസന്നിധിയിൽ ആരാധിക്കാം. പ്രൈസ് ദി ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ മാത്രമല്ല, നമ്മുടെ ആരാധനയിൽ മാത്രമല്ല, നമ്മുടെ ഹല്ലേലൂയ അതേ സ്തോത്രം ശാരീരിക മാനസികമായ വിഷയങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടണമെന്ന് ഈ രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റിയാട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഇനി ഹല്ലേലൂയ, ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം, ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, യെശയ്യാ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, അവിടെ നാം വായിക്കുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ ഉപവസിക്കുക എന്നുള്ളതല്ല തിരുവഴുത്തിൻ്റെ പ്രാധാന്യത എന്ന് പറയുന്നത്. ഹല്ലേലൂയ, തിരുവഴുത്തിൽ ദൈവം ഇഷ്ടപ്പെടുന്ന ഉപവാസം ഉണ്ട്. ഹല്ലേലൂയ, നമുക്ക് വായിക്കാം യെശയ്യാ പ്രവചനം. ഹല്ലേലൂയ, 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം വേഗത്തിൽ. സ്തോത്രം, 58-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുപരിതമായ ഒരു വേദഭാഗമാണ്. വായിച്ചാൽ, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. അപ്പോൾ പ്രാർത്ഥനയിൽ പിതാവിന് ഇഷ്ടമുള്ളത് പ്രാർത്ഥിക്കുവാൻ ദൈവം യേശു തയ്യാറായി. സ്തോത്രം, തുടർന്ന് യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയും അടുത്ത് വരുമ്പോൾ നാം വായിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഉപവാസത്തിൽ എന്ന് പറയുന്നത് അന്യായ ബന്ധനങ്ങൾ എന്ത് ചെയ്യണം? അഴിക്കുക എന്നുള്ളതാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അന്യായ ബന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, അന്യായമായി ശത്രു കെട്ടിയ എല്ലാ ബന്ധനങ്ങളും ഈ ഉപവാസത്തിൽ അഴിയണം. എത്ര ആമേൻ പറയും? ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഹല്ലേലൂയ. അതേ സ്തോത്രം, ഈ ഉപവാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുത്തു വരുമ്പോൾ, ഹല്ലേലൂയ, ഓ സ്തോത്രം, ചില ബന്ധനങ്ങൾ അഴിയുന്നത്, ഓ ഹല്ലേലൂയ, ചിലരുടെ ഹല്ലേലൂയ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നത്, ഓ ആത്മാവിന്റെ ചില പ്രവൃത്തികൾ ഇവിടെ നടക്കുന്നത്, ദൈവ ഇഷ്ടങ്ങൾ ഇവിടെ നടക്കുന്നത്, ആത്മാവിനകത്ത് പ്രത്യക്ഷത്തിൽ വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധയാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപെടുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ 2 കരങ്ങളും അടിച്ച് ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസ ബന്ധനങ്ങൾ അഴിക്കുക എന്നുള്ളതാണ്. സ്തോത്രം, അന്യായമായ ബന്ധനങ്ങൾ, സ്തോത്രം, അറിയാത്ത ബന്ധനങ്ങൾ, സ്തോത്രം. ഇന്ന് രാത്രി അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല ബന്ധനങ്ങൾ കടന്നു വരാം. സ്തോത്രം, എന്നാൽ ഈ രാത്രി ഞാൻ പറയട്ടെ, സ്തോത്രം, ചിലരുടെ ബന്ധനങ്ങൾ ഈ ഉപവാസത്തിൽ അഴിയും. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ചില തലമുറയുടെ കെട്ടുകൾ അഴിയാൻ പോവുകയാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ചിലരുടെ ഭാവിയെ ബന്ധിച്ച കെട്ടുകൾ അഴിയും കേട്ടോ. സ്തോത്രം പറഞ്ഞോണം, സ്തോത്രം പറഞ്ഞോണം. ചിലരുടെ വാഗ്ദത്തങ്ങളെ കെട്ടിയ കെട്ടുകൾ അഴിയും കേട്ടോ. സ്തോത്രം പറഞ്ഞോണം, സ്തോത്രം പറഞ്ഞോണം. ചിലരുടെ മുൻപോട്ടുള്ള യാത്രയുടെ തടസ്സങ്ങൾ, ഓ ഇന്ന് രാത്രി ദൈവമ പറയുന്നു, ആ കെട്ടുകളെ പരിശുദ്ധയാമ വഴിക്കും കേട്ടോ. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. നിനക്ക് നല്ല രീതിയിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ നിന്റെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന ചില ബന്ധനങ്ങൾ പരിശുദ്ധയാമ വഴിക്കും കേട്ടോ. നിന്റെ വിദ്യാഭ്യാസം തുടർമാനം ചെയ്യുവാൻ, ഓ നിന്നെ സമ്മതിക്കത്തിൽ എന്ന് പറയുന്ന പിശാചിന്റെ ചില ബന്ധനങ്ങളെ ദൈവമ വഴിക്കോ, ചില രോഗത്തിന്റെ ബന്ധനങ്ങളെ ദൈവമ വഴിക്കോ, ഡോക്ടർമാർ പറ്റത്തില്ലെന്ന് പറഞ്ഞ ചില വിഷയത്തെ ആത്മാവിന്റെ ബന്ധനങ്ങളെ അയച്ച് ചിലരെ സ്വതന്ത്രരാക്കുവാൻ ഇടപെടുകയാണ്. ഓ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് കടന്നു വന്നത് സ്തോത്രം പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാനായിട്ടാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ഇഷ്ടമെന്ന് പറയുന്നത് പിശാചിന്റെ ചില പ്രവർത്തികൾ അഴിയണമെന്നുള്ളതാണ്. ഒരു സ്തോത്രം പറഞ്ഞോണം. നിന്നെ ആരാധിക്കാൻ സമ്മതിക്കാതെ,
ഓ നിന്നെ പാടുവാൻ സമ്മതിക്കാതെ, നിന്റെ ശരീരം ഹല്ലേലൂയ ആരാധനയ്ക്ക് വിട്ടുകൊടുക്കുവാൻ സമ്മതിക്കാതെ നിന്നെ കെട്ടി വരിയുന്ന ചില ബന്ധനങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് അഴിക്കുവാൻ പോകുകയാണ്. അത് വിശ്വസിച്ചുകൊണ്ട് ഈ രാത്രി എത്ര പേർ ദൈവത്തിന് സ്തോത്രം ചെയ്യോ? ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം എന്ന് പറയുന്നത് ബന്ധനങ്ങൾ, അന്യായ ബന്ധനങ്ങൾ അഴിക്കുക. സ്തോത്രം. 2, നുകത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക. സ്തോത്രം. ഈ തിരുവചന ഭാഗത്തിൽ നമുക്ക് സ്തോത്രം മർക്കോസ് സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. സ്തോത്രം. ഈ കർത്താവ് ശിഷ്യന്മാരോട് ഹല്ലേലൂയ ആഹ്വാനം ചെയ്യുന്നത് സ്തോത്രം നമുക്ക് അക്കരയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് സ്തോത്രം ശിഷ്യന്മാരുമായി യേശു യാത്ര ആരംഭിക്കുകയാണ്. സ്തോത്രം. വളരെ തിരക്കട്ട ശുശ്രൂഷകൾക്ക് ശേഷം ഈ ഒരു അനുഭവത്തിലേക്ക് ശിഷ്യന്മാരുമായിട്ട് കടന്നു പോകുമ്പോൾ സ്തോത്രം താൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങി എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. സ്തോത്രം. ഞാൻ ഭാഗം എടുക്കുന്നില്ല, ആ പാസ്റ്റർ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞ് പെട്ടെന്ന് വിടാം. സ്തോത്രം. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. യേശു ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്തു പോകുകയാണ്. സ്തോത്രം. എന്നാൽ അവരുടെ യാത്രയുടെ മധ്യത്തിൽ സ്തോത്രം ഈ പടകിനകത്തേക്ക് വെള്ളം ശക്തമായി തള്ളിക്കയറുകയാണ്. സ്തോത്രം. ഒരു വിധത്തിലും ഈ പടകിനെ അക്കരയിൽ എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് ഈ കടലിലുള്ള വെള്ളമെല്ലാം ഈ പടകിലേക്ക് അടിച്ചു കയറുമ്പോൾ സ്തോത്രം കടലിനെ പറ്റി വളരെ ധാരണയുള്ള, വളരെ പരിചയമുള്ള ശിഷ്യന്മാർ അവർക്കാവോളം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. സ്തോത്രം. എന്നാൽ പറയട്ടെ ഹല്ലേലൂയ അവർ എന്തുമാത്രം വെള്ളം കോരിക്കളയുന്നുവോ അതിനപ്പുറമായിട്ട് വെള്ളം ഈ പടകിലേക്ക് തള്ളി കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇവർ ഹല്ലേലൂയ ഇവർക്ക് കഴിയുന്നതിനെ അങ്ങേയറ്റം ചെയ്തതിന് ശേഷം ഹല്ലേലൂയ ഇവർ ഗുരുവിനെ വിളിക്കുകയാണ്. അല്ലയോ ഗുരുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് യേശുവിനെ അവർ ഉണർത്തുകയാണ്. സ്തോത്രം. ശ്രദ്ധിക്കണം. അവിടെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ മടങ്ങി വരാം. സ്തോത്രം. യേശുവിനെ ഉണർത്തുന്ന സമയത്ത് യേശു എഴുന്നേറ്റ് നാം വായിക്കുന്നത് ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ കാറ്റിനെ ശാസിക്കുവാനിടയായി തീർന്നു. നല്ല രാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ ആ പടകിനെ മുൻപോട്ട് വിടാതെ വേണം ഹല്ലേലൂയ അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അതിനെ വിടാതെ വേണം ഹല്ലേലൂയ ആ പടകിനെ ഹല്ലേലൂയ ഉലച്ചുകൊണ്ടിരുന്ന, അതിലേക്ക് വെള്ളം കയറ്റിക്കൊണ്ടിരുന്ന സ്തോത്രം വെള്ളം കയറുന്ന കാരണമെന്നത് മനസ്സിലാക്കിയിട്ട് യേശു എഴുന്നേറ്റ് പ്രാരംഭമായി ചെയ്തത് ആ കാറ്റുകളെ അവർ ശാസിക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ആരുടെയൊക്കെ ദൈവം ഇടപെടുകയാണ്. നിനക്ക് സ്വസ്ഥത തരാതെ, നിന്റെ യാത്രയിൽ മുൻപോട്ടുള്ള യാത്രയിൽ ചില തീരങ്ങൾ നിന്നെ കാണിക്കാതെ, ചില സ്വസ്ഥതകൾ തരാതെ നിന്നെ ആടി ഉലച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ ഈ രാത്രി ദൈവമാവ് ശക്തമായി ഇടപെടുകയാണ്. ചില കാരണമാകുന്ന കാറ്റുകളെ സ്വർഗത്തിലെ ദൈവം ഈ രാത്രി ശാസിക്കുന്ന രാത്രിയാ. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ അല്പനിമിഷങ്ങൾ ദൈവത്തെ ആരാധിച്ചാട്ടെ. വാഗ്ദത്തത്തിലേക്ക് നിന്നെ എത്തിക്കാതെ, ചില തീരങ്ങളിലേക്ക് നിന്നെ എത്തിക്കാതെ, ചില അനുഭവങ്ങളിലേക്ക് നിന്നെ എത്തിക്കാതെ, ചില ശാന്തതകളിലേക്ക് തരാതെ വണ്ണം നിനക്ക് വിരുദ്ധമായി അടിക്കുന്ന കാറ്റുകളെ ദൈവത്തിലെ പിശാചിന് നിന്റെ ഹല്ലേലൂയ മേൽ ഒരു സ്വാധീനവും ചെലുത്തുവാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി നീ ഹല്ലേലൂയ അതേ സ്തോത്രം ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരു തീരുമാനത്തിലേക്ക് മടങ്ങി വരുമെങ്കിൽ സ്തോത്രം ദൈവാത്മാ പറയുന്നു ചില നിയന്ത്രണങ്ങളെ ആത്മാവ് ഏറ്റെടുക്കുവാൻ പോകുകയാണ്. സ്തോത്രം പറഞ്ഞോണം. ചിലരുടെ നിയന്ത്രണങ്ങൾ ദൈവ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ രാത്രി സമർപ്പിക്കുമെങ്കിൽ ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. സ്തോത്രം. നിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് അവർ ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ചിലരെ അവർ സ്വതന്ത്രരായി വിട്ടയക്കുവാൻ പോകുകയാണ്. സ്തോത്രം. തീർന്നില്ല. അടുത്ത പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം എന്ന് പറയുന്നത് സ്തോത്രം എല്ലാ നുകത്തെയും തകർക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ഈ രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ചില നുകങ്ങൾ തകരണം. സ്തോത്രം പറഞ്ഞാട്ടെ. നാം ഇങ്ങനെ വായിക്കുന്നു, ശെരുബാബേലിന് മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ. സ്തോത്രം. കൃപ എന്ന് ആർത്തുകൊണ്ട്
ഇന്ന് രാത്രി ദൈവജനം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചില നുഖങ്ങൾ, ചില ഹല്ലേലൂയ പ്രതിബന്ധനങ്ങൾ ഇന്ന് രാത്രി വഴിമാറ്റം ഹല്ലേലൂയ നൽകുവാൻ പോകുകയാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ചിലത് വഴിമാറുവാൻ പോകുകയാ യേശുവിൻ്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, സ്തോത്രം ഹല്ലേലൂയ, നീ എന്നും കാണുന്ന ചില പ്രതികൂലങ്ങളുണ്ട്, നീ എന്നും കാണുന്ന ചില പ്രതിസന്ധികളുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്നെ സ്വതന്ത്രമായി വിട്ടയക്കുവാൻ ഇന്ന് രാത്രി ആത്മാവ് ചെയ്യുന്നത് ആ ഹല്ലേലൂയ പ്രതിബന്ധനത്തെ ഇന്ന് രാത്രി മാറ്റിത്തരുന്ന രാത്രിയാണ്. സ്തോത്രം പറഞ്ഞ് ആരാധിച്ചു. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ഇവിടെ എന്നിട്ട് തിരുവചനത്തിൽ വായിക്കുന്നത്, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. സ്തോത്രം. അപ്പോൾ വേദപുസ്തകത്തിൽ നാം കണ്ടുവരുന്നത് സ്തോത്രം പ്രാർത്ഥന, ദൈവത്തിന് ഹിതമുള്ളവണ്ണം പ്രാർത്ഥിക്കുവാൻ യേശു നമുക്ക് മാതൃകയായി തീർന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ കട്ടാനുഭവങ്ങളിൽ സ്തോത്രം യേശു കർത്താവ് എന്ത് ചെയ്തു? സ്തോത്രം തന്നെ തൻ്റെ ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ദൈവ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. എന്നിട്ട് ആ കർത്താവ് തന്നെ നമ്മോട് പറഞ്ഞു, സ്തോത്രം, എൻ്റെ ഇഷ്ടം ആരാധിക്കുന്നതിൽ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളെക്കുറിച്ചുള്ളത്. എൻ്റെ താല്പര്യം ഹല്ലേലൂയ നിങ്ങൾ ശുദ്ധീകരണത്തോടെ എന്നെ ആരാധിക്കണമെന്നുള്ളതാണ്. നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ച് നാം കേൾക്കുവാനിടയായി. സ്തോത്രം. ഓ ഹല്ലേലൂയ. അവൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ദൈവം നമ്മോട് ഇടപെടുവാനിടയായി തീർന്നു. ഈ രാത്രി ഞാൻ പറയട്ടെ, അങ്ങനെ സ്തോത്രം നാം ചെയ്യുവാൻ തയ്യാറായാൽ നിശ്ചയമായും ദൈവം നമ്മോട് കൂടെ ഇരുന്ന് കർത്താവ് വൻ കാര്യങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യും. ആ കരമുയർത്തി എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഹല്ലേലൂയ ദൈവം ചെയ്ത രണ്ട് പ്രിയപ്പെട്ടവരിൽ ഒരാളുടെ കാര്യം പറഞ്ഞ് നമുക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൻ്റെ ബി പാർട്ട് ഒരാൾക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൻ്റെ ബി പാർട്ട്. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു, അവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യുമെന്ന് അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഇവിടെ ദൈവം സാക്ഷ്യം പറയുന്ന ഒരു വിഷയമാണ് നാം വായിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം ഹല്ലേലൂയ അവനെ നീക്കിയിട്ട് ആരെ? ശൗലിനെ മാറ്റിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആ കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവത്തിന് ബോധിച്ചവരായി നാം മാറണം. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് ബോധിച്ചവനായി നമ്മെ കാണണം. ഹല്ലേലൂയ. ദൈവം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന ഒരനുഭവം വെളിപ്പെടണം. എത്ര ആമേൻ പറയും? ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, അതെ, എനിക്ക് അവനെ ബോധിച്ചു. അതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. സ്തോത്രം. ഈ ഉപവാസത്തിൻ്റെ 1-ാം രാത്രി ഞാൻ പറയട്ടെ, എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് പരിശുദ്ധിയാത്മാവ് ഇന്ന് രാത്രി സാക്ഷ്യം പറയണം. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് നമ്മെക്കുറിച്ച് സ്വർഗം ഒരു സാക്ഷ്യം പറയണം. എത്ര പേർ അതിന് വില്ലിങ് ആകുന്നുണ്ട്? ഈ രാത്രി അതിനുവേണ്ടി എത്ര പേർ തയ്യാറാകുന്നുണ്ട്? സ്തോത്രം. ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ കാലയളവിൽ ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്. സ്തോത്രം. പാലോട് എന്ന് പറയുന്ന സ്ഥലത്ത് 1 വർഷമാണ് ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുവാനിടയായി തീർന്നത്. ആ കാലഘട്ടങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ ഏകദേശം 40ഓളം കിലോമീറ്റർ ഹല്ലേലൂയ സഞ്ചരിച്ച് ഞാൻ പോയി മടങ്ങി വരുന്ന സമയത്ത് ഹല്ലേലൂയ അവിടെ ഒരു ആരാധനാലയമില്ല. സ്തോത്രം. ഞങ്ങൾ ശക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആലയമുണ്ട്. സ്തോത്രം. ഏകദേശം 8 വർഷങ്ങളായിട്ട് ഹല്ലേലൂയ ആ ആലയം പൂട്ടിക്കിടക്കുകയാണ്. ജില്ലാ കളക്ടർ ഹല്ലേലൂയ അതിനെ ഹല്ലേലൂയ ബ്ലോക്ക് ചെയ്യുവാനിടയായി തീർന്നു. സ്തോത്രം. വരുന്ന ദൈവദാസന്മാരെല്ലാം ഒരു വാടക കെട്ടിടമുള്ളത് കൊണ്ട് അതിനകത്തിരുന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. സ്തോത്രം. അവർ ആരാധിക്കും. 3 വർഷം സമയം കഴിയും, അവർ പോകും. ഞാൻ പോയ കാലഘട്ടത്തിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഈ ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? അത് കർത്താവ് എന്നോട് പറയണം. ഒരാമേൻ പറഞ്ഞാട്ടെ. ഞാൻ ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിച്ചു. അങ്ങനെ ഹല്ലേലൂയ ഞാൻ ആ വിഷയത്തിനുണ്ട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ചില ആലോചനകൾ പ്രാപിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഈ കാര്യത്തിന് ഇവിടെ നീ ഇറങ്ങിക്കോ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരാമേൻ പറഞ്ഞാട്ടെ. കരമുയർത്തി ഒരാമേൻ പറഞ്ഞാട്ടെ. മറ്റാരുടെ കാര്യമല്ല, എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഒരു വൻ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ 8 വർഷമായി പൂട്ടിക്കിടന്ന് ആ ആലയം കാണുവാനായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഹല്ലേലൂയ അതിനെതിരെ ഹല്ലേലൂയ സ്തോത്രം കള്ളക്കേസ് കൊടുത്ത ചിലരൊക്കെ ഹല്ലേലൂയ ഇറങ്ങി എന്നെ കണ്ട് പൂര തെറി പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഞാനതെല്ലാം കേട്ടു. അതിനകത്ത് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, അങ്ങ് പറഞ്ഞിട്ടാണ്, അങ്ങക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുവാനിടയായത്. അവിടുത്തെ ഹിതമെങ്കിൽ ഈ ഹല്ലേലൂയ ആരാധനാലയത്തെ കർത്താവ് ഓപ്പൺ ആക്കി തരണം. ഒരു നിമിഷം പ്രാർത്ഥിച്ചു. അതിനേക്കാൾ ഉപരി ഒത്തിരി തെറി കേട്ടു. ഞാൻ മടങ്ങി വീട്ടിലേക്ക് വന്നു. സ്തോത്രം. ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പറയട്ടെ ഹല്ലേലൂയ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം ചില അത്ഭുതങ്ങൾ അവിടെ ചെയ്യുവാൻ തുടങ്ങി. ഹല്ലേലൂയ അവിടെയുള്ള വിശ്വാസികൾ, എനിക്ക് തോന്നുന്നു ഒരു 4-5 ചെറുപ്പക്കാരുണ്ട്
ബാക്കിയെല്ലാം അതേ സ്വത്രം പ്രായമായവരാണ്. 1 കിലോമീറ്റർ താണ്ടി അവർ അതേ സ്വത്രം വാടക കെട്ടിടത്തിൽ ആരാധിക്കുവാൻ കടന്നു വരികയാണ്. സ്തോത്രം. എന്നാൽ അവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ ഇത് തന്നെ മതി. ഹല്ലേലൂയ. ചിലരൊക്കെ ഹല്ലേലൂയ അങ്ങനെ തന്നെ ഇരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞല്ല, ദൈവം എന്നോട് പറഞ്ഞു ഈ ആലയത്തെ കർത്താവ് ഓപ്പൺ ആക്കും. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ആരുടെങ്കിലും ദൈവം എന്തെങ്കിലും ശബ്ദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാത്രി നീ ആമേൻ പറഞ്ഞോണം. അവന്റെ ശബ്ദങ്ങൾ ഊവ ഊവ എന്ന് തന്നെയാണ് കേട്ടോ. ആമേൻ പറയാം, ആമേൻ പറയാമോ? നിന്റെ തലമുറയെക്കുറിച്ച് ദൈവം എന്തെങ്കിലും ശബ്ദങ്ങൾ കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് ആമേൻ എന്ന് തന്നെയാണ് കേട്ടോ. ഇന്ന് രാത്രി ആമേൻ പറഞ്ഞോണം, ആമേൻ പറഞ്ഞോണം. ഹല്ലേലൂയ. ഞാൻ എന്നിട്ട് ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങി. ഞാൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയി. അവിടെ ചെന്ന് അവിടുത്തെ സെക്രട്ടറിയെ കണ്ടു. ഞാൻ പറഞ്ഞു, ഇതുപോലെ ഇന്നടത്തൊരു സഭയുണ്ട്. സ്തോത്രം. അവിടെ ഞങ്ങൾക്ക് ആരാധിക്കുവാനായിട്ട് സ്വാതന്ത്ര്യമില്ല, ഞങ്ങളുടെ ആലയം പൂട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് അദ്ദേഹത്തോട് ഇടപെട്ടു. സ്തോത്രം. അദ്ദേഹം എന്നോട് ചോദിച്ചു, എവിടെ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ വട്ടിയൂർക്കാവിനടുത്ത് കൊടുങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഹല്ലേലൂയ, മേളിൽ നിന്ന് എന്തെങ്കിലും പേപ്പർ മേടിച്ച് തരണോ, അതോ ഹല്ലേലൂയ താഴേക്കിടെ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരാണല്ലോ. ഞാൻ ചോദിച്ചു, അതോ താഴേന്ന് അതേ ഹല്ലേലൂയ ജില്ലയിൽ നിന്ന് എന്തെങ്കിലും കത്ത് മേടിച്ച് തരണോ, എങ്ങനെയാണ് ഞങ്ങൾക്കത് ഓപ്പൺ ആക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യുക, ഹല്ലേലൂയ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന വണ്ണം ഒന്ന് വരച്ചുകൊണ്ടില്ല. പറഞ്ഞു. ഞാൻ ബിജു പാസ്റ്റർ വിളിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനൊരു വിഷയമുണ്ട്. സ്തോത്രം. എന്നോട് പറഞ്ഞു, എനിക്ക് അതിൻ്റെ അതേ ഹല്ലേലൂയ ആ ചർച്ചിൻ്റെ പ്ലാന് ഒന്നുകൂടി എനിക്ക് വരച്ചു തരുവാനിടയിൽ ഞാനതുകൊണ്ട് വീണ്ടും സബ്മിറ്റ് ചെയ്തു. സ്തോത്രം. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അത് സബ്മിറ്റ് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഹല്ലേലൂയ ഓഫീസർ വന്നത് കണ്ടു. സ്തോത്രം. കാര്യങ്ങളൊക്കെ സാങ്ഷൻ ആവാനിടയായിത്തീർന്നു. ആ സമയത്ത് സ്തോത്രം ഹല്ലേലൂയ ആ ദേശമെല്ലാം ഇളകുവാൻ തുടങ്ങി. കാരണം എന്ത്? ഞങ്ങൾ അത് തുറക്കും, അത് പണിയുമെന്ന് മനസ്സിലാക്കിയിട്ട് അവരെല്ലാം ഹല്ലേലൂയ പ്രബലപ്പെടുവാനിടയായി. അപ്പോൾ എനിക്കെൻ്റെ അന്തരാത്മാവിൽ എനിക്കൊരു കാര്യം അറിയാം, ദൈവം പറഞ്ഞിട്ടാണ് ഇറങ്ങിത്തിരിച്ചത്. ഒരാമേൻ പറഞ്ഞോണ്. ദൈവം പറഞ്ഞിട്ടാണ് ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് ദൈവത്തിന് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്, ദൈവത്തിന് ആ വിഷയത്തെക്കുറിച്ച് ദൈവത്തിന് താല്പര്യമുള്ളത് കൊണ്ടാണ്, ആ സഭയെക്കുറിച്ച് ദൈവത്തിന് താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനിടയായിത്തീർന്നത്. പറയട്ടെ. സ്തോത്രം. ചില ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ഹല്ലേലൂയ അവർ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ദൈവമേ ഈ ആലയത്തിൽ ഇനി ഇവിടെ ആരാധിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. എല്ലാവരും കൂടി വിശ്വാസികൾ ഉൾപ്പെടെ ഒപ്പിട്ട ഒരു പേപ്പർ, അതിൻ്റെ ഫ്രണ്ട് കോപ്പി ഇങ്ങനെ ആയിരുന്നു, വഴിക്ക് വീതി കൂട്ടാൻ വേണ്ടി എല്ലാവരും എഴുതി ഒപ്പിട്ടതാണ്. എന്നിട്ട് ഫ്രണ്ട് കോപ്പി മാറ്റിയിട്ട് ഹല്ലേലൂയ അവർ അവിടെ എഴുതി വെച്ചു. സ്തോത്രം. ഈ സഭ ഞങ്ങൾക്ക് ഇവിടെ വേണ്ട എന്നുള്ളത് അതിനകത്ത് വിശ്വാസികൾ ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ കള്ളക്കേസിൽ കുടുക്കിയത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ ഉപവസിച്ചു. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ചില നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഹല്ലേലൂയ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അതിനെ ഞങ്ങളൊരു വീട് പോലെ പണിതിട്ട് അതിനെ വിൽക്കുവാൻ തയ്യാറായി. സ്തോത്രം. ആ ദേശത്ത് ഹല്ലേലൂയ ഞാൻ പറഞ്ഞു, മനോഹരമായ ഈ കെട്ടിടം നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും മനോഹരമായ മറ്റൊരു കെട്ടിടം ദൈവം നമുക്ക് തരും. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. സ്തോത്രം. അത് ഹല്ലേലൂയ വാങ്ങുവാനായിട്ട് ഒരാൾ വന്നു. ആ ഹല്ലേലൂയ സ്തോത്രം അത് വീടായിട്ട് ഞങ്ങൾ പണിത് അതിനെ വിറ്റിട്ട്. സ്തോത്രം. അതിനടുത്ത് തന്നെ ഒരു വീടും അല്ലെങ്കിൽ ഒരു സ്ഥലമില്ല എന്ന് പറഞ്ഞിടത്ത് ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു 6.5 സെന്റ് സ്ഥലവും ഒരു മനോഹരമായ വീടും കർത്താവോട് ഒരുക്കി തന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞതാ. ഇതിനകത്ത് ഒത്തിരി കട്ടതകൾ സഹിച്ചു, ഒത്തിരി അപമാനങ്ങൾ ഏറ്റു, ഒത്തിരി തെറികൾ കേട്ടു. പക്ഷേ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വില്ലിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഓർത്തോണം. ഹല്ലേലൂയ. നീ ദൈവ ഇഷ്ടത്തിന് ചലിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിലെ ഏത് വിഷയത്തെയും ഇന്ന് രാത്രി കൈകാര്യം ചെയ്യുവാൻ എന്റെ ദൈവം മതിയായവനാണ്. അത് വിശ്വസിക്കുന്നവർ ഈ രാത്രി ആത്മനിമിഷങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഉഡാലബലബ ശംദരാദിയാലയ അതരഗടഗദൽ ഖവരഗച്ചസി ഉഡബലബലബ ശൗഡബലഗൽ ഖവരഗച്ചസി ഉഡബലബലബ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമൈതലേ, നിനക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. റഖമന ദുരൽഖമന ഗച്ചസി. അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, അവൻ്റെ ആലോചനകൾക്ക് വേണ്ടി ഈ രാത്രി അത് നിന്റെ പ്രാർത്ഥനയെക്കുറിച്ചാകട്ടെ. നീ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ദൈവം പറയുന്നുവോ നീ അതുപോലെ പ്രാർത്ഥിക്കണം. നീ എങ്ങനെ ആരാധിക്കണമെന്ന് ദൈവം നിന്നോട് പറയുന്നുവോ അങ്ങനെ നീ ദൈവത്തെ ആരാധിക്കണം. നിന്റെ വിശ്വാസത്തിൻ്റെ ലെവൽ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ ആ ലെവലിലേക്ക് നീ മടങ്ങി വരണം. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ ജീവിതത്തിൽ ആത്മീയമായ എല്ലാ അനുഭവങ്ങളും ഈ രാത്രി പറയണ കർത്താവേ അവിടുത്തെ ഇഷ്ടം പോലെ തന്നെ ആകുമെന്ന് പറയുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ഈ രാത്രി ഏത് വൻകിട വിഷയമായാലും കർത്താവ് അത് കൈകാര്യം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൻ്റെ അനുഭവത്തിന് ഒത്തിരി കാര്യം പറയാനുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുവാൻ പോകുകയാണ്. സ്തോത്രം. ഒരു വാക്യം കൂടി വായിക്കാം. യെശയ്യാ പ്രവചനം ഹല്ലേലൂയ 44 അധ്യായം അതിൻ്റെ 28 വാക്യം വേഗത്തിൽ വായിക്കാം. യെശയ്യാ പ്രവചനം 44:28. കോരശന്റെ ഇടയൻ അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും
യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനം എന്നും ഞാൻ കൽപ്പിക്കുന്നു. ഇനി അടുത്ത 45-1 മുതൽ വാക്യം യഹോവ തന്റെ അഭിഷിക്തനായ കോരസിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവനെ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. മതി സ്തോത്രം. നമ്മുടെ 44:28 നാം വായിച്ചു, കോരസ് എന്റെ ഇടയൻ, അവന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. ഒരു ആമേൻ പറഞ്ഞാട്ടെ. കർത്താവിനെ കുറിച്ച് പറയുകയാണ്, അവൻ എൻ്റെ ഇടയനാണ്, പക്ഷേ ഞാൻ എന്തു പറഞ്ഞാലും അവൻ വില്ലിങ് ആയിട്ട് ചെയ്യും. ഒരു സ്വത്രം പറഞ്ഞു, ഒരു ആമേൻ പറഞ്ഞു, അവൻ ആമേൻ പറഞ്ഞു. ഇന്ന് രാത്രി അങ്ങനെ ചിലരെ പരിശുദ്ധാത്മാവ് പാളയം ദൈവസഭയിൽ നിന്ന് തിരയുന്നു എന്ന് പറഞ്ഞാൽ, ഈ രാത്രി ആത്മാവിൽ ഞാൻ ദൂത് കൈമാറിയാൽ ഇന്ന് രാത്രി എത്ര പേർ പറയും, കർത്താവേ ഈ രാത്രി ഹല്ലേലൂയ അവിടുത്തെ ഹിതം അനുസരിച്ച്, അവിടുത്തെ ആലോചന കേട്ട്, അവിടുത്തെ ഇഷ്ടത്തിന് വേണ്ടി ഈ രാത്രി നിന്റെ ഹിതം ചെയ്യാൻ ഇത് ഞാൻ എഴുന്നേൽക്കുന്നു എന്ന് പറയാൻ ഈ ഉപവാസത്തിന്റെ പ്രാരംഭ രാത്രിയിൽ ദൈവാത്മാവ് ഇതിനകത്ത് ചിലരെ തിരയുകയാണ്, അവന്റെ ഹിതം ചെയ്യുവാൻ, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ. അവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, കോരസ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടും എന്നും ഞാൻ കൽപ്പിക്കുന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. മുടങ്ങിക്കിടക്കുന്ന ചിലത് പണിയപ്പെടുവാൻ പോകുകയാണ്. ആമേൻ പറഞ്ഞാണ്. ഈ ഉപവാസ പ്രാർത്ഥനയില് ആത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. ചിലത് പണിയപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ചിലതിന്റെ അടിസ്ഥാനങ്ങൾ ദൈവാത്മാവ് നിർമ്മിക്കുവാൻ പോകുകയാണ്. ഇതുവരെ അടിസ്ഥാനമില്ലെന്ന് പറഞ്ഞ വിഷയത്തിന്റെ മധ്യത്തിൽ ചില അടിസ്ഥാനങ്ങളെ ആത്മാവിടുവാൻ പോകുകയാണ്. ഒരാമേൻ പറഞ്ഞേ, ഒരാമേൻ പറഞ്ഞേ. ഒരടിസ്ഥാനം പണിത് കഴിഞ്ഞാൽ ഒരു പണി ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. ആമേൻ പറയുന്ന എത്ര പേരുണ്ട് ഈ രാത്രി? ഈ ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രി ദൈവം ഇടപെടുകയാണ്. ഹല്ലേലൂയ. അടിസ്ഥാനങ്ങൾ തുടങ്ങിയുള്ള ചില പണികൾ ആത്മാവ് ചിലയിടങ്ങളിൽ ചെയ്യുവാൻ പോകുകയാണ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? എന്നിട്ട് കോരസിനെ കുറിച്ച് പറയുകയാണ്, അവൻ ഹല്ലേലൂയ അഭിഷക്തനായതുകൊണ്ട് തീർന്നില്ല. സ്തോത്രം. അടുത്ത വാക്യം നാം വായിക്കുന്നു, 45-1 മുതൽ വാക്യങ്ങൾ നാം വായിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ അടുത്ത വാക്യം വായിച്ചോട്ടെ. യഹോവ തന്റെ അഭിഷിക്തനായ കോരസിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവനെ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കരത്തിൽ പിടിച്ചിരിക്കുന്നു. ഒരാമേൻ പറഞ്ഞാണ്. ദൈവഹിതം ചെയ്യുന്ന ദൈവമൈതലേ, ഇന്ന് രാത്രി കീഴടങ്ങേണ്ടതിനൊക്കെ കീഴടങ്ങും. തുറക്കപ്പെടേണ്ട വാതിലുകൾ നിന്റെ മുൻപിൽ തുറക്കപ്പെടും. ഹല്ലേലൂയ. കതകുകൾ അടയാതിരിക്കും. പോരാ, എന്ത് ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിന്റെ വലങ്കരത്തിന് ഇതാ പിടിച്ചിരിക്കുകയാണ്. ദൈവഹിതം ചെയ്യുന്നവന്റെ വലങ്കരം പിടിക്കാൻ ഇന്ന് രാത്രി ദൈവം ഇറങ്ങി വരുന്ന രാത്രിയാണ്. അല്പനിമിഷങ്ങൾ എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമൈതലേ, ഈ രാത്രി ആത്മാവിനോട് വ്യക്തമായി ഇടപെടുകയാണ്. അവൻ നിന്റെ വലങ്കരത്തിന് പിടിക്കുകയാണ്. സ്തോത്രം. തീർന്നില്ല. ആ 2 സന്ദേശം കൂടി പറഞ്ഞ് നമുക്ക് ആരാധിക്കാം. സ്തോത്രം. അടുത്ത പറയാം, ഞാൻ നിന്റെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും. ഒരു ആമേൻ പറഞ്ഞോണം. ഇന്ന് രാത്രി ദൈവഹിതം ചെയ്യുന്നവനെ കുറിച്ച് ബൈബിൾ പറയുന്നു. സ്തോത്രം. ഞാൻ നിനക്ക് മുൻപായി ചെല്ലുവാൻ പോകുകയാ. ഒരാമേൻ പറഞ്ഞ്, ഒരാമേൻ പറഞ്ഞ്, ഒരാമേൻ പറഞ്ഞ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും ഒരാമേൻ പറഞ്ഞ്. ഇന്ന് രാത്രി ദൈവഹിതത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമൈതലേ, അവൻ നിനക്ക് മുൻപായി ചെല്ലുവാൻ പോകുകയാണ്. ഒരാമേൻ പറഞ്ഞോണം. ഹല്ലേലൂയ. നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നവൻ, ഓ ഹല്ലേലൂയ, ലോകത്തെ കീഴ്മേൽ മറിച്ചവൻ, ലോകത്തിന്റെ സകല അധികാരമുള്ളവൻ. ഹല്ലേലൂയ. ഓ സ്തോത്രം. അവൻ സർവശക്തനായ ദൈവം ഈ രാത്രി നിനക്ക് മുൻപായി കടന്നു പോകുകയാണ്. തീർന്നില്ല. അടുത്ത വായിക്കുന്നത്, ദുർഘടങ്ങളെ നിരപ്പാക്കിയും താമരവാദികളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചുകളെ. മതി. സ്തോത്രം. ബാക്കി നിങ്ങൾ വീട്ടിൽപ്പെട്ട് വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവഹിതം ചെയ്യുന്ന ഒരുവന് വേണ്ടി അവന് മുൻപായി നടക്കുവാൻ
അവൻ്റെ വലങ്കരത്തിന് പിടിക്കുവാൻ, അവന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം ഇതാ ഇറങ്ങി വരികയാണ്. ഒരു നിമിഷം ഹല്ലേലൂയ, എല്ലാ പ്രിയ വേദപുസ്തകങ്ങളും മടക്കിയാട്ടെ. ഈ രാത്രി ഹല്ലേലൂയ, ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഹല്ലേലൂയ നിൽക്കുവാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ ഈ രാത്രി ഞാൻ പറയാം, കർത്താവ് വലിയവ ചെയ്യുവാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് അവൻ്റെ ഹിതമെന്തെന്ന് മനസ്സിലാക്കി ഈ രാത്രി അവൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, അവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവൻ്റെ ഹിതങ്ങൾക്ക് വേണ്ടി, അവൻ്റെ ഹല്ലേലൂയ വാക്കുകൾ അനുസരിക്കുന്നവരായി, അവൻ്റെ ഹിതം ചെയ്യുന്നവരായി തീരുവാൻ ഈ രാത്രി നാം നമ്മെ തന്നെ സമർപ്പിക്കുമെങ്കിൽ, ഞാൻ പറയാം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവൃത്തികൾ കർത്താവ് നമ്മുടെ കൂടാരങ്ങളിൽ ചെയ്തെടുക്കുവാൻ പോകുകയാണ്, നമ്മുടെ സഭയിൽ ചെയ്തെടുക്കുവാൻ പോകുകയാണ്, നമ്മുടെ ദേശത്ത് ചെയ്തെടുക്കുവാൻ പോകുകയാണ്. ഈ രാത്രി ദൈവമാവ് ആഹ്വാനം ചെയ്യുന്നു, കോരശിനെ പോലെ അവൻ എന്റെ ഹിതം ചെയ്യുമെന്ന് കോരശിനെ കുറിച്ച് പറഞ്ഞതുപോലെ പാളയം ദൈവസഭയിലെ ചിലരെ ആത്മാവ് തിരയുകയാണ്. എന്റെ ഹിതം ചെയ്യുന്ന ഇന്നയാളെന്ന് പറഞ്ഞ് അവന് വേണ്ടി നിൽക്കാൻ ആത്മാവ് ഈ രാത്രി ചിലരെ തിരയുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ എന്നിട്ട് പറഞ്ഞു, അപ്പാ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ. സ്തോത്രം. ദൈവ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിച്ച യേശു പിന്നത്തേതിൽ സകല നാമത്തിനും മേലായ നാമം പ്രാപിച്ച് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിപ്പാൻ ദൈവം അനുമതി നൽകുവാനിടയായിത്തീർന്നു. ഈ രാത്രി ദൈവഹിതത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവഭേദലേ, നീ മറ്റൊന്നും നോക്കണ്ട, നീ ആരെയും നോക്കണ്ട. ദൈവഹിതം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടെന്ന് വരാം, ചിലപ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവർ പരിഹസിച്ചു എന്ന് വരാം, പലരുടെ നിന്ദകൾ നീ സഹിച്ചു എന്ന് വരാം, പല തെറി നീ കേട്ടെന്ന് വരാം. ഹല്ലേലൂയ, ഓ പലയിടങ്ങളിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചു എന്ന് വരാം. ഹല്ലേലൂയ, ഇല്ലായ്മയിൽ നീ ആയിപ്പോയെന്ന് വരാം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഓ സ്തോത്രം, എൻ്റെ ഹിതം ചെയ്യുന്നു എന്ന് പറയുന്നവൻ്റെ വലങ്കരത്തിന് എൻ്റെ ദൈവം പിടിക്കുന്നത്. ഓ നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ, ഓ നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. അവന് മുൻപായിട്ടാണ് എൻ്റെ ദൈവം നടക്കുന്നത്. സ്തോത്രം. ഈ രാത്രി അത് വിശ്വസിച്ചുകൊണ്ട് എത്ര പേർ ദൈവത്തിന് സ്തോത്രം ചെയ്യും? എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, അവിടുത്തെ ഇഷ്ടം പോലെ, അവിടുത്തെ താല്പര്യങ്ങൾക്കൊത്ത വേണം നിൽക്കുവാൻ ഈ രാത്രി ഞാൻ എന്നെ തന്നെ ഇതാ സമർപ്പിക്കുകയാണ്. എത്ര പേർ കർത്താവിനോട് പ്രാർത്ഥിക്കും? എനിക്കറിയാം, ഉപവാസത്തിൻ്റെ പ്രാരംഭ രാത്രി ആയതുകൊണ്ട് ആളൊക്കെ ഒത്തിരി കുറവാണ്. സാരമില്ല, ഇന്ന് രാത്രി ദൈവം ആഗ്രഹിച്ചില്ല, ഇതിനകത്തുണ്ട്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ആരെയൊക്കെയോ ദൈവാത്മാവ് ഇന്ന് രാത്രി തിരയുകയാണ്. എൻ്റെ ഹിതം ചെയ്യാൻ, എൻ്റെ പ്രവൃത്തി തികയ്ക്കുവാൻ, ഓ എനിക്ക് വേണ്ടി ഓടുവാൻ, എനിക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാൻ, ഞാൻ പറയുന്നത് പോലെ അനുസരിക്കാൻ, ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് ചിലരെ ആവശ്യമാണെന്ന് പറഞ്ഞ് കർത്താവ് ഈ രാത്രി ചിലരെ തിരയുകയാണ്. ഈ ഉപവാസത്തിൽ ദൈവം അങ്ങനെ ചിലരെ വേർതിരിക്കുമെന്ന് ആത്മാവ് ഈ രാത്രി ശക്തമായി ദൂതിടപെടുകയാണ്. ചിലർ സ്വതവേ ദൈവങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുമെന്ന് പരിശുദ്ധയാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ദൂതിടപെടുകയാണ്. ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാ വന്നിടുന്നേ ഞാനിന്നും. അങ്ങനെ സമർപ്പണമുള്ള എല്ലാ ദൈവമക്കളും ഇന്ന് രാത്രി കണ്ണുകൾ അടച്ച ഒരു നിമിഷം അവന്റെ ഹിതത്തിന് വേണ്ടി, അവന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ, എൻ്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാ വന്നിടുന്നേ ഞാനിന്നു ബോധമായി, എൻ്റെ ഇഷ്ടമൊന്നും അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ, എൻ്റെ ശലമനതര ഘടകമനതുരകൾ ഖബര. ഈ രാത്രി എത്ര പേർ കർത്താവിൻ്റെ കരങ്ങളിൽ കേൾപ്പിക്കപ്പാ? അവിടുത്തെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, അവിടുത്തെ ഹിതത്തിന് വേണ്ടി, അവിടുത്തെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഇതാ ഈ രാത്രി സമർപ്പിക്കുകയാണ്. അങ്ങയുടെ ഇഷ്ടം എന്നെക്കുറിച്ച് എന്തായാലും ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവം നിങ്ങളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ ആ ദൈവിക ആഗ്രഹങ്ങളിലേക്ക്, താല്പര്യങ്ങളിലേക്ക് ഈ രാത്രി സ്തോത്രം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്
നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. അതിനായി ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ദൈവത്തിന് താണിരിക്കുന്നു. അവസരമൊരുക്കിയ കർത്തദാസന്മാർക്ക് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തി അതേ സ്തോത്രം എന്നെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് താണിരിക്കുന്നു. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. നമ്മുടെ തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി സംസാരിപ്പാനിടയായി. ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് അതിനനുസരിച്ച് ചെയ്യാത്തവർക്ക് ഏറെ അടി കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ പലരും സമർപ്പിക്കപ്പെടുവാനിടയായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ എന്ന് ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട ഈ അനുഗ്രഹീത വചനങ്ങളുടെ മുൻപിൽ സമർപ്പിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് ഹല്ലേലൂയ ഗത്സമനയിൽ പറയുവാനിടയായി, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന്. കർത്താവിൻ്റെ ഹിതമറിഞ്ഞ് പ്രാർത്ഥിപ്പാൻ, കർത്താവിൻ്റെ ഹിതമറിഞ്ഞ് ഉപവസിപ്പാൻ, കർത്താവിൻ്റെ ഹിതമറിഞ്ഞ് പ്രവർത്തിപ്പാൻ, ഹല്ലേലൂയ കർത്താവിൻ്റെ ഹിതമറിഞ്ഞ് പണിയുവാൻ. ഹല്ലേലൂയ കോരേശിനെ പോലെ ദൈവത്തിന്റെ ഹിതമറിഞ്ഞ് പണിയുന്നുവെങ്കിൽ അവൻ നമ്മുടെ വലങ്കരത്തിന് പിടിക്കുമെന്ന് ഇന്ന് രാത്രിയിൽ കേൾപ്പാനിടയായി. നമ്മുടെ മുൻപിലുള്ള ദുർഘടങ്ങളെ അവൻ നിരപ്പാക്കി തരുമെന്ന്, ഇരുമ്പോടാമ്പലുകളെ തകർക്കുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം കേൾപ്പാനിടയായി. ഹല്ലേലൂയ ഇന്ന് രാത്രികാലം മുഖങ്ങളെ തകർക്കുവാൻ നമ്മുടെ ഉപവാസങ്ങൾ കാരണമാകട്ടെ. ഇന്ന് രാത്രികാലം സമർപ്പിക്കപ്പെട്ട എല്ലാവർക്കായും ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു നിമിഷം എല്ലാവരും കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ ദാസനിലൂടെ വ്യക്തമായി ദൈവത്തിന്റെ ആലോചന സഭയോട് വ്യക്തികളോട് ഇന്ന് രാത്രി ഇടപെടുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ നിലകളിലും കർത്താവ് നമ്മെ സഹായിപ്പാൻ, അനുഗ്രഹിപ്പാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവിന്റെ ദാസനെ, തന്റെ കുടുംബത്തെ, തന്റെ സഭയെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിപ്പാൻ ദൈവം ഏൽപ്പിച്ച ആത്മീയ ഉത്തരവാദിത്തങ്ങളും പിന്നെയും നിറപടിയായി ചെയ്ത് മുന്നോട്ട് പോകുവാൻ കുടുംബമായി സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് സ്തോത്രം ചെയ്യാം. നാളെയും മറ്റന്നാളും തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹീതമായ രാത്രി വേളയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തിരുവാതിപീഠത്തിൽ അടിയങ്ങൾക്കായി രൂപാൻ തന്നെ അവസരത്തിനായി സ്തോത്രം. ഉപവാസത്തിന്റെ ഈ പ്രാരംഭ ദിനം കർത്താവേ, രാത്രിയിൽ അങ്ങയുടെ സനിൽ പ്രാർത്ഥനയോടെയും ഉപവാസത്തോടെയും ആയിരുപ്പാനും മാറ്റമില്ലാത്ത വചനം കേൾപ്പാനും ദൈവം ഞങ്ങൾക്ക് അവസരങ്ങളെ ഒരുക്കിയതിനാൽ സ്തോത്രം. അങ്ങയുടെ ദാസനെ ഞങ്ങളുടെ മധ്യയിൽ അവിടുന്ന് കരങ്ങളെടുത്തല്ലോ. ഹല്ലേലൂയ, എൻ്റെ ഇഷ്ടമല്ല ഹല്ലേലൂയ അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറണമേ എന്ന് യേശു കർത്താവ് പറഞ്ഞ അതേ അനുഭവം ഞങ്ങളുടെയും ജീവിതത്തിലെ എല്ലാ ജീവിത രംഗങ്ങളിലും ഉണ്ടായിരുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങേക്ക് ഹിതമായിരിക്കണമേ കർത്താവ്. ഞങ്ങളുടെ ഉപവാസങ്ങൾ അങ്ങയുടെ ഹിതപ്രകാരമുള്ളതായി തീരണമേ. ഞങ്ങളുടെ ഓരോ പണികളും പ്രവൃത്തികളും അങ്ങയുടെ ഹിതപ്രകാരമായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ കർത്താവേ. കോരേശിനെ പോലെ അങ്ങയുടെ ഹിതമറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാവരെയും ബലങ്കരത്തിന് അവിടുന്ന് പിടിച്ചുകൊള്ളണമേ കർത്താവേ. ഹല്ലേലൂയ, കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായും സ്തോത്രം. കടന്നു വരേണ്ടുന്നവരെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വരും ദിനങ്ങളിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന എല്ലാം അനുഗ്രഹമാകണം. അങ്ങയുടെ ദാസന്മാരെ ഞങ്ങളുടെ മധ്യയിൽ അവിടുന്ന് അയച്ചു തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരായ അടിയങ്ങളെയും അടിയങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രി ശുശ്രൂഷ കർത്താവിന്റെ ദാസനെ കുടുംബമായി അനുഗ്രഹിക്കണം. സഭയും ശുശ്രൂഷകളെയും കർത്താവ് മാനിക്കണം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. മഹത്വം അങ്ങേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ സ്വർഗ്ഗീയ പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശ്വസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. ആമേൻ. ഇന്ന് രാത്രികാലം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന അനുഗ്രഹിത ശുശ്രൂഷ ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷിബു തോമസിനോടുള്ള നന്ദി സഭയുടെ പേരിൽ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ കൃത്യം 10:45 തന്നെ എല്ലാവരും എത്തിച്ചേരണം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രജീഷ് കാട്ടാക്കട നാളെ പകലും രാത്രിയും നമ്മുടെ മധ്യ ശുശ്രൂഷിക്കും. എല്ലാവരെയും കൂട്ടിക്കൊണ്ട് കടന്നു വരണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.